ആയിട്ടുള്ള സ്പോട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം മേപ്പാടിയും നമ്മുടെ ചൂരൽമല റോട്ടിൽ പോകുന്ന ഒരു വഴിയായിട്ടാണ് ഈ ഒരു സ്പോട്ട്. ഒരു വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അതുപോലത്തെ ഒരു പ്ലേസ് ആണ്, നൈസ് ആംബിയൻസ് ആണ്. നമുക്ക് ഈ ഒരു വേനൽക്കാലത്തൊക്കെ പോയി ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ആവാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് എന്നാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പം ജസ്റ്റ് നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയൊക്കെയാണ്, അങ്ങനത്തെ കുറച്ച് പരിപാടീസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പം നമ്മൾ പോകുന്ന ഈ ഒരു വഴി എന്ന് പറയുന്നത് തൊള്ളായിരംകണ്ടിയിലേക്ക് പോകുന്ന ഒരു റോഡാണ്. ഈ ഒരു റോഡിലായിട്ട് നമുക്ക് ഏകദേശം ഒരുപാട് ഹിഡൻ ആയിട്ടുള്ളതും അതേപോലെ അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു റൂട്ട് വരുന്നത് നമ്മൾ നേരെ സൂചിപ്പാറ പോകുന്ന ആ ഒരു റോഡിലാണ്. നമ്മൾ നേരെ സൂചിപ്പാറ പോകുന്ന ആ റോഡിൽ കയറിയ ശേഷം നമുക്ക് സൂചിപ്പാറയിലോട്ട് ഡീവിയേഷൻ വരുന്നതിൻ്റെ ലെഫ്റ്റിലായിട്ട് നമുക്കൊരു റോഡ് കാണാൻ പറ്റും. ആ റോഡ് നേരെ വന്നാൽ നമുക്ക് ഈ ഒരു സ്പോട്ടിലോട്ട് എത്താൻ പറ്റും. ഇത് ഏകദേശം നമുക്ക് വേണമെങ്കിൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷേ എന്നാലും ആളുകൾ കാര്യങ്ങളൊക്കെ കൊണ്ട് വരുന്നും പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ വന്ന് പോവുകയാണെങ്കിൽ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു നൈസ് പ്ലേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പം അവിടെ വെള്ളത്തിൽ ഇറങ്ങുന്നവർ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണമെങ്കിൽ ഇറങ്ങുക. അത്യാവശ്യം ആഴം കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഓക്കെ. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞിട്ട് ഈ ഒരു പ്ലേസിൻ്റെ പേര് നമ്മൾ പറഞ്ഞില്ല, ഏലവയൽ എന്നാണ് ഈ ഒരു പ്ലേസിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷ്വൽ കാണുന്ന പോലെയാണ് അവിടുത്തെ ആ ഒരു എന്താ പറയുക, വിഷ്വൽ നമുക്ക് കാണാൻ പറ്റുക. ചെറിയ രീതിയിലൊരു വെള്ളം അവിടെ നിന്ന് ചാടുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് കുളിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ കാണുന്നുണ്ട്. താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് പാറക്കെട്ടുകളും അങ്ങനത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറുള്ള ഒരു പ്ലേസാണ്. അപ്പം ഈ ഒരു വെള്ളത്തിൽ ഇറങ്ങുന്നവർ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിട്ട് ഇറങ്ങുക. കുറച്ച് ആഴമുള്ള സ്ഥലമാണ്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.